നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഏവർക്കും ചെമ്മാട് തൂബ ജോബയുടെ റംസാൻ ആശംസകൾ. വാർത്തകൾ വിശദമായി. 8.5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കൊടിഞ്ഞി ഫൈസൽ വധക്കേസിൽ വിചാരണ ആരംഭിക്കുന്നു. ഈ മാസം 29-ന് CCTV ദൃശ്യങ്ങളുടെ പരിശോധന നടത്തും. ഫൈസൽ കൊല്ലപ്പെട്ട 2016 നവംബർ 19-ലെ വിവിധ കടകളിൽ നിന്നും പോലീസ് ശേഖരിച്ച CCTV ദൃശ്യങ്ങളാണ് കോടതി വക്കീലന്മാരുടെ സാന്നിധ്യത്തിൽ പരിശോധിക്കുക. കൊടിഞ്ഞി പാലാ പാർക്ക് മുതൽ ഫൈസൽ സഞ്ചരിച്ച ഓട്ടോറിക്ഷയെ കൊലയാളി സംഘം 2 ബൈക്കുകളിലായി പിന്തുടരുന്ന ദൃശ്യങ്ങളുൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. ഫൈസൽ കൊല്ലപ്പെട്ട കൊടിഞ്ഞി ഫാറൂഖ് നഗറിൽ സംഭവം നടക്കുമ്പോൾ ദൃക്സാക്ഷികളായവരുടെ CCTV ദൃശ്യവും പോലീസിന് ലഭിച്ചിരുന്നു. ഇതും കോടതി പരിശോധിക്കും. ഫൈസലിൻ്റെ കൊലയ്ക്ക് മുമ്പായി തന്നെ കേസിലെ 5-ാം പ്രതി മഠത്തിൽ നാരായണനും മറ്റും ചില പ്രതികളും കൊടിഞ്ഞിയിൽ എത്തിയതിൻ്റെ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു. ഇവയും കണ്ട് ഉറപ്പുവരുത്തും. ജൂൺ മാസത്തിൽ വിചാരണ ആരംഭിക്കുമെന്നാണ് കരുതുന്നത്. വിചാരണയ്ക്ക് മുമ്പുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. തിരൂർ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയാണ് കേസ് ഇപ്പോൾ പരിഗണിക്കുന്നത്. ഇസ്ലാം മതം സ്വീകരിച്ചതിൻ്റെ പേരിൽ RSS പ്രവർത്തകർ ഗൂഢാലോചന നടത്തിയാണ് ഫൈസലിനെ കൊലപ്പെടുത്തിയത്. കേസിൽ 16 RSS പ്രവർത്തകരാണ് പ്രതികളായിട്ടുള്ളത്. കേസിൽ 2-ാം പ്രതി ബിബിൻ നേരത്തെ കൊല്ലപ്പെട്ടിരുന്നു. ജീവിച്ചിരിപ്പുള്ള 15 പ്രതികളുടെ വിചാരണയാണ് നടക്കാനിരിക്കുന്നത്. ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനും കോഴിക്കോട് സ്വദേശിയുമായ അഡ്വക്കേറ്റ് P. കുമാരൻകുട്ടിയെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കണമെന്നാവശ്യപ്പെട്ട് ഫൈസലിൻ്റെ ഭാര്യ ജസ്ന നൽകിയ അപേക്ഷ സർക്കാർ കോടതി ഇടപെടലിനെ തുടർന്ന് ഈയിടെയാണ് പരിഗണിച്ചത്. മുസ്ലിം യൂത്ത് ലീഗ് ഉൾപ്പെടെ വിവിധ സംഘടനകൾ പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങുകയും പ്രതിഷേധം ശക്തമാക്കുകയും ചെയ്തതോടെയാണ് സർക്കാർ കുമാരൻകുട്ടിയെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചത്. ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും മഞ്ചേരിയിലെ അഡ്വക്കേറ്റ് മാത്യുവിനെയാണ് സർക്കാർ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാക്കിയിരുന്നത്. കുടുംബത്തിൻ്റെ എതിർപ്പും വിവിധ പാർട്ടികളുടെ പ്രതിഷേധവും ശക്തമായതോടെയാണ് കുമാരൻകുട്ടിയെ വക്കീലായി നിയമിച്ചത്. ഈ നിയമനം വൈകിയത് കാരണം കേസ് പരിഗണിക്കുന്നത് ഏറെ വൈകിയിരുന്നു. കേസ് വിചാരണയിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ നാട്ടിൽ മറ്റു അക്രമങ്ങളിലേക്ക് പോകാതിരിക്കാൻ SP-യുടെ നേതൃത്വത്തിൽ തിരൂരിൽ യോഗം ചേർന്നു. ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ് IPS-ന്റെ നേതൃത്വത്തിൽ തിരൂർ DYSP ഓഫീസിൽ വെച്ച് ചേർന്ന യോഗത്തിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ P. കുമാരൻകുട്ടി, അഭിഭാഷകരായ ഫവാദ് പത്തൂർ, മുബഷീർ, കോഴിക്കോട് വിജിലൻസ് SP-യും തുടക്കത്തിൽ ഫൈസൽ കേസ് അന്വേഷിച്ചിരുന്ന PM പ്രദീപ്, DYSP-മാരായ മൂസ വള്ളിക്കാടൻ, മുഹമ്മദ് ഹനീഫ, തിരൂരങ്ങാടി CI B. പ്രദീപ് കുമാർ, SI സന്തോഷ് എന്നിവർ സംബന്ധിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.